കൂട്ടക്കൊലയിൽ പ്രതി അഫാൻ മാത്രമെന്ന് ദക്ഷിണ മേഖല IG ശ്യാം സുന്ദർ. എല്ലാവരെയും കൊലപ്പെടുത്തിയത് ഒരേ ചുറ്റുക ഉപയോഗിച്ചാണെന്നും ആയുധം കണ്ടെത്തിയെന്നും IG വ്യക്തമാക്കി. കൂട്ടക്കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംഭവം നടക്കുന്ന സമയത്ത് പ്രതി ലഹരി ഉപയോഗിച്ചോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും IG പറഞ്ഞു. പ്രതി സഞ്ചരിക്കാൻ ഉപയോഗിച്ച ബൈക്ക് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് നേട്ടം. തെരഞ്ഞെടുപ്പ് നടന്ന 28 വാർഡുകളിൽ 17 LDF വിജയിച്ചു. 12 UDF മുന്നേറ്റമുണ്ടാക്കി. BJPക്ക് ഒരു സീറ്റ് പോലും വിജയിക്കാനായില്ല. ഒരു സീറ്റിൽ SDPI വിജയിച്ചു. വയനാട് ഒഴികെയുള്ള 13 ജില്ലകളിലെ 30 വാർഡുകളിലേക്കായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നത്. ആലപ്പുഴയിൽ ചെട്ടിക്കാട് ഭാഗത്ത് ഗുണ്ടകൾ തമ്മിൽ കത്തിക്കുത്ത്. നിരവധി കേസുകളിൽ പ്രതിയായ തുമ്പി ബിനുവും ജോൺ കുട്ടിയുമാണ് ഏറ്റുമുട്ടിയത്. ഏറ്റുമുട്ടലിൽ ഇരുവർക്കും പരിക്കേറ്റു. പരിക്കേറ്റ ശേഷം ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും ഏറ്റുമുട്ടൽ ശ്രമം നടന്നിരുന്നു. ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. നഗരത്തിൽ റോഡ് തടസ്സപ്പെടുത്തി ഹെഡ് പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരം നടത്തിയ CPM നേതാക്കൾക്കെതിരെ കേസെടുത്ത് കണ്ണൂർ ടൗൺ പോലീസ്. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ ഒന്നാം പ്രതിയാണ്. KV സുമേഷ് MLA ഉൾപ്പെടെയുള്ളവരും കേസിൽ പ്രതികളാണ്. ഇവർക്കൊപ്പം കണ്ടാലറിയാവുന്ന 1000ഓളം പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിനാണ് കേസ്. CPIM-ലെ പ്രമുഖൻ നാളെ തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്ന പ്രഖ്യാപനവുമായി PV അൻവർ MLA. വാർത്താസമ്മേളനം നാളെ കോട്ടയത്ത് വെച്ച് നടത്തുമെന്നും PV അൻവർ പറഞ്ഞു. ചുങ്കത്തറയിൽ LDF-ന് ഭരണം നഷ്ടമായതിന് പിന്നാലെയാണിത്. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസ്സായതോടെയാണ് LDF-ന് ഭരണം നഷ്ടമായത്. ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ പോഡ്കാസ്റ്റ് വിവാദത്തിൽ വ്യക്തതയുമായി ഡോക്ടർ ശശി തരൂർ MP. അഭിമുഖം നൽകിയത് രാഹുൽ ഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് 10 ദിവസം മുമ്പെന്നാണ് തരൂരിന്റെ വിശദീകരണം. മറ്റു ചോദ്യങ്ങളോട് പ്രതികരിക്കുവാൻ തരൂർ തയ്യാറായില്ല. ഹൈക്കമാൻഡുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയും അതൃപ്തിയിലെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് ഡോക്ടർ ശശി തരൂർ നിലപാട് വ്യക്തമാക്കിയത്. മുസ്ലിം പിന്തുടർച്ചാവകാശ നിയമം പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് സമരപ്രഖ്യാപനം നടത്തിയ സാമൂഹ്യ പ്രവർത്തക VP സുഹറയ്ക്ക് നൽകിയ വാക്കുപാലിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. സംഭവത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി കേന്ദ്ര ന്യൂനപക്ഷക്ഷേമ മന്ത്രി കിരൺ റിജിജുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കി. കേന്ദ്ര ന്യൂനപക്ഷക്ഷേമ മന്ത്രാലയത്തിൽ സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിലാണ് സുഹറ കേന്ദ്രമന്ത്രിയുമായി ചർച്ച നടത്തിയത്. 1984 നടന്ന സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട കേസിൽ കോൺഗ്രസ് നേതാവ് സജിൻ കുമാറിന് ജീവപര്യന്തം ശിക്ഷ വിധിച്ച് ഡൽഹി വിചാരണ കോടതി. കലാപത്തിനിടെ അച്ഛനും മകനും കൊല്ലപ്പെട്ട കേസിലാണ് വിധി. ഡൽഹി വിചാരണ കോടതി സ്പെഷ്യൽ ജഡ്ജ് കാവേരി ബവേജയുടേതാണ് വിധി. നിലവിൽ തിഹാർ ജയിലിലാണ് കോൺഗ്രസ് നേതാവ്. ഫെബ്രുവരി 12-ന് കേസിൽ സജിൻ കുമാർ കുറ്റക്കാരനാണെന്ന് ഡൽഹി റോസ് അവന്യൂ കോടതി കണ്ടെത്തിയിരുന്നു. റഷ്യയോടുള്ള വിദേശ നയത്തിൽ മാറ്റം വരുത്തി അമേരിക്ക. UN-ൽ റഷ്യയെ അനുകൂലിച്ച് അമേരിക്ക വോട്ട് ചെയ്തു. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടും റഷ്യയെ വിമർശിച്ചുകൊണ്ടുള്ള പ്രമേയത്തിനാണ് അമേരിക്ക എതിർത്തത്. യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് അമേരിക്ക റഷ്യയുടെ തീരുമാനങ്ങളെ പിന്തുണച്ച് രംഗത്തെത്തുന്നത്. രഞ്ജി ട്രോഫി ചരിത്രത്തിലെ ആദ്യ ഫൈനലിൽ കേരളം നാളെ ഇറങ്ങുകയാണ്. ചരിത്രത്തിലെ ആദ്യ കിരീടം ലക്ഷ്യമിട്ടാണ് ആ ഇറക്കം എന്നതിൽ സംശയമില്ല. ടൂർണമെന്റിൽ ഇതുവരെ തോൽവി അറിയാതെയാണ് ഇരു ടീമുകളും എത്തുന്നത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ 7 മത്സരങ്ങളിൽ നിന്ന് 6 ജയവുമായി 40 പോയിന്റുമായാണ് വിദർഭ എത്തുന്നതെങ്കിൽ 7 മത്സരങ്ങളിൽ നിന്ന് 3 ജയവും ബാക്കി സമനിലയും 28 പോയിന്റുമായാണ് കേരളം ഇറങ്ങുന്നത്.